ഇനിയുള്ള ഫിഫ ലോകകപ്പുകളിൽ നിന്നും അർജന്റീനയെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഓൺലൈൻ ഹർജിയിൽ 2,30,00,000-ലധികം ആളുകൾ ഒപ്പുവെച്ചതായി റിപ്പോർട്ട്. 2026 ഫിഫ ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടതിന് പിന്നാലെ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീമിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. മത്സര സമയത്തും അതിനുശേഷവും സ്പെയിൻ പ്ലേയേഴ്സുമായി വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തിയ പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന താരങ്ങൾ വലിയ പ്രതിസന്ധിയിലുമാണ്. അതിനെ തുടർന്ന് ഭാവി ലോകകപ്പുകളിൽ നിന്നും അർജന്റീനയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരംഭിച്ച ഓൺലൈൻ ഹർജിയിലാണ് 2,30,00,000 ആളുകൾ ഒപ്പുവച്ചിരിക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവർ സംയുക്തമായി ആയുധയത്വം വഹിച്ച ഇത്തവണത്തെ ലോകകപ്പിനിടെ അർജന്റീന out.com എന്ന വെബ്സൈറ്റിൽ ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഈ ടൂർണമെന്റിലുടനീളം അർജന്റീനക്ക് റഫറിമാരിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ ലഭിച്ചു എന്ന ആരാധകരുടെ ആരോപണങ്ങളെ തുടർന്നായിരുന്നു ഇത് തുടങ്ങിവെച്ചത്. ആദ്യ റൗണ്ടിലെ മത്സരങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഹർജി ജനശ്രദ്ധ നേടാൻ തുടങ്ങിയത്. ഈജിപ്തിനെതിരെയുള്ള അർജന്റീനയുടെ വിവാദപരമായ നോക്കൌട്ട് വിജയത്തിന് ശേഷം ഹർജിയിലെ ഒപ്പുകളുടെ എണ്ണം വളരെ വേഗത്തിലാണ് വർദ്ധിച്ചു വന്നത്. റഫറിമാരുടെ പക്ഷപാതിത്വം കാണിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഈ ക്യാമ്പയിന്റെ സംഘാടകർ പറയുന്നത് അനുസരിച്ച് 170 രാജ്യങ്ങളിൽ നിന്നായി 2,33,16,108 ആളുകൾ ഒപ്പുവെച്ചതോടെ ഹർജി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഒരാഴ്ചക്കുള്ളിലാണ് ഈ രാജ്യങ്ങളിൽ നിന്നായി ഇത്രയധികം ആളുകൾ ഈ ഹർജിയിൽ ഒപ്പുവെച്ചത്. ഫിഫ നമ്മളെ അവഗണിച്ചുവെങ്കിലും സ്പെയിൻ നമുക്ക് നീതി തന്നു, നന്ദി സ്പെയിൻ എന്നാണ് ആ വെബ്സൈറ്റിലെ മെസ്സേജിൽ പറയുന്നത്. ഇതോടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒപ്പുവെച്ച ഹർജിക്കുള്ള ഗിന്നസ് ലോക റെക്കോർഡിനെ തൊട്ടരികിലെത്താനും ഇതിന് സാധിച്ചു. 2,43,00,000-ലധികം ഒപ്പുകളോടെ ജൂബിലി 2000 എന്ന കടാശ്വാസ ക്യാമ്പയിനാണ് നിലവിൽ ഈ റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്നത്. എന്നാൽ അർജന്റീനക്കെതിരായ ഈ ഓൺലൈൻ ഹർജിക്ക് നിയമസാധുതകൾ ഒന്നും തന്നെയില്ല. ഈ വിചിത്രമായ ഹർജിയോട് ഫിഫ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഫൈനലിന് ശേഷം നടന്ന അക്രമ സംഭവങ്ങളിൽ ഫിഫ ചില അച്ചടക്ക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൊളീന, ലിയാൻഡ്രോ പാരഡേസ് എന്നിവർ ഉൾപ്പെടെയുള്ള അർജന്റീന താരങ്ങളും പരിശീലകരും ഉൾപ്പെട്ട തർക്കങ്ങളെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. സ്പെയിൻ ടീം അവരുടെ ലോകകപ്പ് വിജയം ആഘോഷിക്കുന്നതിനിടെ പാരഡേസ് അവരെ കായികമായി നേരിടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം ഫൈനലിന്റെ അവസാന നിമിഷങ്ങളിൽ സ്പെയിനിന്റെ കുബാർസിക്കെതിരായ ഫൗളിനെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്ന എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ഈ നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങി ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ തന്നെ അർജന്റീനക്ക് നേരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങളാണ് ഉയർന്നു വന്നത്. ജോർദാനെയും അൾജീരിയയും തോൽപ്പിച്ചതോടെ അർജന്റീനക്കെതിരെ ഒരു ഇസ്ലാമിക കൂട്ടായ്മ തന്നെ രൂപപ്പെടുകയായിരുന്നു. പിന്നീട് ഈജിപ്തിനെ പുറത്താക്കിയതോടെ അർജന്റീന ഫിഫയുടെ സഹായത്തോടെയാണ് മത്സരങ്ങൾ ജയിക്കുന്നത് എന്നൊരു വിമർശനവും ഉയരാൻ കാരണമായി. ഇത് പിന്നീട് പലസ്തീനും ഇസ്രയേലുമായുള്ള വിഷയവുമായി ബന്ധിപ്പിക്കാനും ശ്രമം നടന്നു. എന്തായാലും ഫുട്ബോളിൽ ഏറ്റവും രൂക്ഷമായ രീതിയിൽ മതം കലരുന്നത് ഈ ലോകകപ്പിൽ തന്നെയായിരുന്നു. ഈ ലോകകപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മുസ്ലിം കളിക്കാരുടെയും മുസ്ലിം രാജ്യങ്ങളുടെയും നേട്ടങ്ങൾ എടുത്തുകാട്ടിക്കൊണ്ടുള്ള ഇസ്ലാമിസ്റ്റുകളുടെ നിരവധി പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. കേരളത്തിൽ നിന്നും മാധ്യമം, ചന്ദ്രിക എന്നീ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ മുന്നിൽ നിന്നിരുന്നു. അമേരിക്കയിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിൽ 13 മുസ്ലിം രാജ്യങ്ങൾ പങ്കെടുക്കുന്നു, ഇസ്ലാമിക രാജ്യങ്ങളുടെ കുതിച്ചുയരൽ, ഗ്രൗണ്ടിൽ നിസ്കരിക്കുന്ന മനോഹരമായ കാഴ്ച എന്നിങ്ങനെയുള്ള വാർത്തകൾ ഇവർ നൽകിയിരുന്നു. ഫുട്ബോൾ എന്ന മനോഹരമായ കായിക വിനോദത്തിന്റെ അന്തസ്സ് കെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ ലോകകപ്പിൽ ഉടനീളം കണ്ടത്.